ഏതെങ്കിലും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും സർപ്രൈസ് ഉണ്ടോ? കോളേജ് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള സർപ്രൈസ് ആണ്. മോൾക്ക് കൊടുത്തതാ. ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. മോൾക്ക് കൊടുത്തത് പിറന്നാളിന് ഡ്രസ്സ്. കഴിഞ്ഞ എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് അവൾക്കൊരു കുഞ്ഞു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുത്തു. ഭയങ്കര അതിഷ്ടമായിരുന്നു. മോന്റെ ബർത്ത്ഡേക്ക് കറക്റ്റ് 12 o'clock കേക്ക് മുറിച്ച് ഗിഫ്റ്റ് കൊടുത്തു. പ്രാങ്ക് ചെയ്തിട്ട് പിന്നെ കൊടുത്തതാ ബർത്ത്ഡേക്ക്. രണ്ട് കൊച്ചുകുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തത്. ആനിവേഴ്സറിക്ക് കൊടുത്തിട്ടുണ്ട്. ഹോട്ട് വീൽസ്. 6-ാം തീയതി എൻ്റെ വെഡിങ് ഡേ ആയിരുന്നു. 31. 50 വർഷമായിട്ട് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. കണ്ടിരിക്കുന്നു എന്നൊക്കെ സർപ്രൈസ് ആയിട്ട് ചേച്ചിക്ക് കൊടുക്കുന്ന പിന്നെ എപ്പോഴും ഇരിക്കുക. കാരണം അത് നമ്മൾ കാണുമ്പോൾ ഓർമ്മ വരുന്നല്ലേ. വെക്കേഷന് വന്നായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അമ്മയ്ക്ക് വലിയൊരു സർപ്രൈസായി. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? ജ്യോതില. അപ്പോൾ ചേച്ചിക്ക് സർപ്രൈസ് കിട്ടിയിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട് സർപ്രൈസ്? അപ്പോൾ അതിൽ കൊടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സർപ്രൈസ് ഏതായിരുന്നു? മോന്റെ ബർത്ത്ഡേക്ക് കറക്റ്റ് 12 o'clock കേക്ക് മുറിച്ച് ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ ആള് ഭയങ്കര സർപ്രൈസ്ഡ് ആയ. ഓക്കെ ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? പ്രദീപ്. പ്രതിഫല. അപ്പോൾ ചേട്ടന് കൊടുത്തതിൽ മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓർമ്മ വയ്ക്കൊന്നുമില്ലല്ലോ. ഒരു സർപ്രൈസ് കൊടുത്തു, അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതിലേക്കല്ലേ പോകുന്നത്. കിട്ടിയതിലോ? കിട്ടിയതിൽ ധാരാളം മറക്കാൻ കഴിയാത്ത ഇതുണ്ട്. അപ്പോൾ കിട്ടിയത് നമ്മളുടെ കയ്യിൽ തന്നെ എപ്പോഴും ഇരിക്കുക. കാരണം അത് നമ്മൾ കാണുമ്പോൾ ഓർമ്മ വരുന്നല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകൾ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? പേര് സുചിത. അപ്പോൾ ചേച്ചി കൊടുത്തതിൽ മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാമോ? ഈ കഴിഞ്ഞ എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് അവൾക്കൊരു കുഞ്ഞു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുത്തു. ഭയങ്കര അതിഷ്ടമായിരുന്നു. സന്തോഷമായി. ഓക്കെ, കിട്ടിയതിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കിട്ടിയതിലുണ്ട്. എനിക്കൊരു ഡ്രസ്സൊക്കെ സർപ്രൈസ് ആയിട്ട് ചേച്ചിയുടെ മോള് തന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? പേര് അംബിക. അംബിക അല്ലേ. അപ്പോൾ ചേച്ചി സർപ്രൈസ് കൊടുത്തതിൽ മറക്കാൻ പറ്റാത്ത സർപ്രൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ മോൾക്ക് കൊടുത്തത് പിറന്നാളിന് ഡ്രസ്സ് കൊടുക്കും. അപ്പോൾ മോളെ ഭയങ്കര സന്തോഷമായി. സന്തോഷം. അപ്പോൾ കിട്ടിയതിൽ ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ മറക്കാൻ പറ്റാത്ത സർപ്രൈസ്? കിട്ടിയതിൽ പിറന്നാളിന് ഹസ്ബൻഡും മോളും കൂടെ കേക്ക് തന്നിട്ടുണ്ടായിരുന്നു. ബ്രോ ഹായ്, പേരെന്തായിരുന്നു? എൻ്റെ പേര് മുരളി. മുരളിയിലെ. അപ്പോൾ നിങ്ങൾ സർപ്രൈസ് കൊടുത്തതിൽ മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് എന്ന് പറയാം. സർപ്രൈസ് കൊടുത്തതിൽ മറക്കാൻ പറ്റാത്ത പറഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് വെക്കേഷന് വന്നായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അമ്മയ്ക്ക് വലിയൊരു സർപ്രൈസായി. അതിനൊരു വലിയ കാര്യമാണ്. 2 വർഷത്തിന് ശേഷമായിരുന്നു ഞാൻ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വീട്ടിൽ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സർപ്രൈസായി. അതുപോലെ തന്നെ അച്ഛനക്കും. കിട്ടിയ സർപ്രൈസിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മറക്കാൻ പറ്റാത്ത? ഇല്ല, സർപ്രൈസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? ധന്യ അല്ലേ. ഓക്കെ, അപ്പോൾ ചേച്ചിക്ക് സർപ്രൈസ് കൊടുത്തതിൽ മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് ഒന്നും അറിയാമോ? കൊടുത്തിട്ടില്ല. കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് പറയാമോ മറക്കാൻ പറ്റാത്തത്? എൻ്റെ വീട്ടുകാരെൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചത് ഭയങ്കര സന്തോഷമായി. കൊടുത്തതിൽ ഇങ്ങോട്ട് കിട്ടും, അതുപോലെ അങ്ങോട്ട് കൊടുക്കും. അതാണ് മറക്കാൻ പറ്റാത്ത സർപ്രൈസ് അല്ലേ. ഹലോ, പേരെന്തായിരുന്നു? ഓക്കെ, അപ്പോൾ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് ഒന്നും അറിയാം? ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തത്. എന്താ ഗിഫ്റ്റ് കൊടുത്തത്? ഒരു ബുക്ക് കൊടുത്തു. അപ്പോൾ ആള് ഭയങ്കര സർപ്രൈസ് ആയി. കിട്ടിയിട്ടുണ്ടോ സർപ്രൈസ്? അതിൽ ഒരു നല്ലൊരു മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ്? ഓ, പട്ടിക്കുട്ടീനെ കിട്ടി. ഓക്കെ ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? എൻ്റെ പേര് ജയപ്രകാശ്. ജയപ്രകാശ് അല്ലേ. അപ്പോൾ ചേട്ടന് സർപ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? സർപ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് ഒന്ന് പറയാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വർഷമായിട്ട് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. 22 ആയിരുന്നു, April 22 ആയിരുന്നു അത്. അതിന് പ്രതീക്ഷിക്കാതെ എനിക്ക് ഓർമ്മയില്ല. ലാസ്റ്റ് 9 മണിക്ക് ഞങ്ങളുടെ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോഴാണ് മക്കൾ കാട്ടിയിരിക്കുന്നു എന്നൊക്കെ സർപ്രൈസ് ആയിട്ട്. അവർ കേക്കൊക്കെ വാങ്ങി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ സർപ്രൈസ്. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? പ്രിയ. അപ്പോൾ ചേച്ചി സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരിക്കും? സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് ഒന്ന് ഷെയർ? എൻ്റെ മോൾക്ക് കൊടുത്തതാ. എന്തായിരുന്നു? അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തതാ ബർത്ത്ഡേക്ക്. കിട്ടിയിട്ടുണ്ടോ സർപ്രൈസ് ഏതെങ്കിലും? കിട്ടിയിട്ടുണ്ട്. മറക്കാൻ പറ്റാത്തത് മോള് എനിക്ക് എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു പറയാഞ്ഞിട്ട്. നല്ല സന്തോഷം. പിന്നെ തീർച്ചയായിട്ടും. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? എൻ്റെ പേര് ജലജ. അപ്പോൾ ചേച്ചി ആർക്ക് സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്? എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? 24-ാം തീയതി എൻ്റെ വെഡിങ് ഡേ ആയിരുന്നു. 31. അതിനെനിക്ക് കേക്കും കിട്ടി. ആരാ മക്കളാണോ? മക്കള്, എൻ്റെ ഫാമിലി എല്ലാവരും. വിചാരിക്കാത്തൊരു സർപ്രൈസ് ആയിരുന്നു. ഹലോ, പേരെന്തായിരുന്നു? അനശ്വര. അപ്പോൾ അനശ്വര ആർക്കെങ്കിലും
സർപ്രൈസ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തത്? പ്രാങ്ക് ചെയ്തിട്ട് പിന്നെ കൊടുത്തതാ ബർത്ത്ഡേക്ക് കൊടുത്തതാണ്. ഓക്കെ. കിട്ടിയിട്ടുണ്ടോ? സർപ്രൈസ് കിട്ടിയിട്ടുണ്ടോ? സർപ്രൈസ് കിട്ടിയിട്ടുണ്ട്. അത് ഏതെങ്കിലും മറക്കാൻ പറ്റാത്ത ഏത് സർപ്രൈസ് ഉണ്ടോ? എൻ്റെ ഫ്രണ്ട്സ് അവരാരും ആരും അങ്ങനെ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു സ്കൂൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ടീച്ചറുടെ അടുത്തൊക്കെ പോയി ചോദിച്ചു. ആ സമയത്ത് അവർ വന്നു. അങ്ങനെ. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? രേഷ്മ. അല്ലേ? അപ്പൊ ചേച്ചി ആർക്കെങ്കിലും സർപ്രൈസ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. കിട്ടിയിട്ടുണ്ടോ? ആരെയും തന്നിട്ടുണ്ടോ? അതുമില്ല. ഇല്ല. ആർക്കെങ്കിലും കൊടുക്കണം ആഗ്രഹമുണ്ടോ? കൊടുക്കുന്ന ആഗ്രഹമുണ്ട്. നിൽക്കുന്ന ചേച്ചിക്ക് കൊടുക്കുന്ന ആഗ്രഹം. ചേച്ചിക്ക് എങ്ങനത്തെ സർപ്രൈസ് ആണ്? ഞെട്ടിക്കുന്ന സർപ്രൈസ് ആണോ അതോ സന്തോഷമായ സർപ്രൈസ്? സന്തോഷമായിട്ട് സർപ്രൈസ്. എന്ന് കൊടുക്കാനാ പ്ലാന്? അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല. ഇല്ല. ചെയ്യണം. കൊടുക്കണം. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? വിനീത. അപ്പൊ ചേച്ചി ആർക്കെങ്കിലും സർപ്രൈസ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്നും മറക്കാൻ പറ്റാത്ത ഏതൊരു സർപ്രൈസ് എന്ന് പറയും? 2 കൊച്ചുകുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തത്. കിട്ടിയിട്ടുണ്ടോ? സർപ്രൈസ് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അതിലേതെങ്കിലും ഉണ്ടോ ഇങ്ങനെ മറക്കാൻ പറ്റാത്ത? എല്ലാ സർപ്രൈസും മറക്കാൻ പറ്റാത്ത തന്നെയാണ്. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? പേര് ലിൻസി. അപ്പൊ ചേച്ചി ആർക്കെങ്കിലും സർപ്രൈസ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. ഇല്ല. കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും സർപ്രൈസ് ഉണ്ടോ? പറ്റാത്തത് കോളേജ് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള സർപ്രൈസ് ആണ്. എന്താണെന്ന് ഓർമ്മയുണ്ടോ? സർപ്രൈസ് പറയുമ്പോൾ ഭയങ്കര ഒരു വലിയ ബോക്സ് ഒക്കെ ആയിരുന്നു. അതിനകത്ത് കുറെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ആർക്കെങ്കിലും കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? സർപ്രൈസ് കൊടുക്കുന്ന പ്ലാൻ ഉണ്ടോ? പ്ലാനൊന്നുമില്ല. ഇല്ല. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? സൗമ്യ. അപ്പോൾ ചേച്ചി ആർക്കെങ്കിലും സർപ്രൈസ് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് ഒന്ന് ഷെയർ ചെയ്യാം. മറക്കാൻ പറ്റാത്ത സർപ്രൈസ് എന്ന് പറയുമ്പോൾ വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുത്തിട്ടുണ്ട്. ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തിരിച്ചെന്തെങ്കിലും സർപ്രൈസ് പറഞ്ഞാൽ വല്ലാത്ത സർപ്രൈസ് ആയിരുന്നു. വെഡിങ് ആനിവേഴ്സറി ദിവസം തന്നെ ആൾക്ക് കൊറിയർ ചെയ്ത് ആളെ കൊണ്ട് പേയ്മെന്റ് ചെയ്തിട്ട് ആ കറക്റ്റ് ഡേറ്റിന് എത്തി. അതേപോലെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും? ആളുടെ നിന്നും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഈ ഒരു ഇതല്ല, വേറെ. ബ്രോ ഹലോ, പേരെന്തായിരുന്നു? ശ്രീരാം. അപ്പോൾ ശ്രീരാം ആർക്കെങ്കിലും സർപ്രൈസ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. കിട്ടിയിട്ടുണ്ടോ? ആരാണ് തന്നത്? കസിൻ സിസ്റ്റർ. എന്താ തന്നത് ഓർമ്മയുണ്ടോ? ഹോട്ട് വീൽസ്. അത് ഭയങ്കര സർപ്രൈസ്ഡ് ആയ? അപ്പോൾ കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? സർപ്രൈസ് ആർക്കും? അച്ഛനോ അമ്മയ്ക്കോ ബ്രദറിനോ ആർക്കെങ്കിലും കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? ആർക്കാണ്? ഓക്കെ. എങ്ങനെ ഞെട്ടിക്കുന്ന സർപ്രൈസ് ആണോ അതോ നല്ലൊരു സർപ്രൈസ്?